സർ എങ്ങനെ നോക്കിക്കാണുന്നു തെലങ്കാന മുഖ്യമന്ത്രിയുടെ പിണറായി വിജയനെതിരെയുള്ള മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആ ഒരു പ്രസ്താവനയെ, അതിനെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണത്തെ? അത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് പോരാ എന്നുള്ള അഭിപ്രായമാണ്. കുറച്ചുകൂടി കടുത്ത ഭാഷ ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പണ്ട് സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞ പോലെ മറ്റേ മോനെ എന്ന് വിളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അതിലേക്ക് വരുന്നതിന് മുമ്പ്, അത് ഞാൻ വിശദമാക്കാം, അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പറയാനുണ്ട്. കാരണം രേവന്ത് റെഡ്ഡി ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രചരണം നയിക്കുന്ന, അതിനുവേണ്ടി ഫണ്ട് എത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഏതാണ്ട് ഒരു 8-10 ദിവസമായിട്ട് കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് മെയിൻ ഫണ്ട് മാനേജർ. കാരണം അവർ ഭരണത്തിലുള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അതിൽ രേവന്ത് റെഡ്ഡിക്ക് എന്തായാലും മലയാളമൊന്നും അറിയില്ല. ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകൾ എഴുതി കൊടുക്കുന്ന വാചകമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പഞ്ച് ഡയലോഗിന് വേണ്ടിയിട്ട് പ്രസംഗിക്കുമ്പോൾ എഴുതി കൊടുത്തതാണ്. അത് റീലെ കേൾക്കാൻ പാകത്തിലാണ് പ്രസംഗം. ഇപ്പം അല്ല, എക്സ്പയറി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാം, പക്ഷെ അദ്ദേഹത്തിന് ഇത് എഴുതി കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞേക്കണം. അതിൽ തന്നെ ഒരു അപാകതയുണ്ട്. കാരണം 80 വയസ്സുള്ള ഒരാളെ, 56 വയസ്സുള്ള ഒരാൾ, 24 വയസ്സ് പ്രായം കുറവുള്ള ഒരാൾ നീ എന്ന് വിളിക്കുന്നത് തന്നെ ഒരു മര്യാദകേടാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് പിണറായി വിജയന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കണമെന്നാണ്. അത് യഥാർത്ഥത്തിൽ നല്ല അടി കിട്ടാത്തതിന്റെ വർത്താനമാണെന്ന് പറയും. ഇപ്പൊ എൻ്റെ പിതാവിനോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുത്തച്ഛനോടോ അല്ലെങ്കിൽ ഈ കേട്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ ആങ്ങളമാരോടോ അനിയന്മാരോടോ ചേട്ടന്മാരോടോ ഇനി അപ്പനോടോ മുത്തച്ഛനോടോ ഒക്കെ തന്നെ ഇത് പറഞ്ഞാലും നല്ല അടി കിട്ടും. അതുപോലെയുള്ള വർത്താനാണ്. അതുകൊണ്ട് അത് പറയാൻ പാടില്ലാത്ത വർത്താനാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇന്നും ഒരു മുൻ RSSകാരനുണ്ടോ? അല്ല, RSSകാരന് ഇനി എന്തുണ്ടായിക്കോട്ടെ, എന്തുണ്ടെങ്കിലും ശരി, ഇവിടെ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അത് പിണറായി വിജയൻ എന്നുള്ള അർത്ഥത്തിലല്ലേ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, നാളെ ഉമ്മൻചാണ്ടി ആണെങ്കിലും ശരി, പിണറായി വിജയൻ ആണെങ്കിലും ശരി, ഒരാളും അങ്ങനെ വിളിക്കണ്ട. ഒന്ന്, ഇത് ആദ്യം ഇനി പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ വളരെ മാന്യത കാണിച്ചു. കാരണം ഇങ്ങനൊരു പ്രസംഗത്തോടൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ പോയില്ല. അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് നമ്മൾ ഞെട്ടിച്ചത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ലെറ്റർ കിടക്കുന്നുണ്ട് രേവന്ത് റെഡ്ഡിയുടെ. ആ ലെറ്ററിൽ രേവന്ത് റെഡ്ഡി പറയുന്നത്, ഞാൻ നിങ്ങളെ വളരെ ഈ പറയുന്ന പോലെ എന്താണ്, വളരെ അഫക്ഷനോടും അതുപോലെ തന്നെ അതോടും കൂടി ഒരു കാര്യം പറയുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കണ വാചകം. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ആളുകൾ എന്നെ എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ ലാംഗ്വേജ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ഹെഡിൽ എഴുതി വെച്ചേക്കാണ്. 6 പേജുള്ള അതിൻ്റെ 6ാമത്തെ അവസാനം നീ പോ മോനെ വിജയൻ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് എഴുതി വെച്ചേക്കണത് ബോറോഡ് വിത്ത് ലവ് ഫ്രം മോഹൻലാൽസ് ഇമ്മോർട്ടൽ ലൈൻ ഇൻ നരസിംഹം എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തേക്കണത്, എഴുതിയേക്കണത്. അപ്പൊ അതല്ല, എന്തൊരു ഐ എക്സ്റ്റെൻഡ് ദിസ് ഇൻവിറ്റേഷൻ വിത്ത് ജെന്യുവൻ റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം 6 പേജ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലെറ്റർ ഹെഡിലും കൂടി അങ്ങനെ ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മര്യാദകളാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ ഏതെങ്കിലും നേതാക്കന്മാർ ഇതുപോലെ പറയൂ. ഇത് കഴിഞ്ഞതിന് ശേഷം VD സതീശൻ വന്നിട്ട് പറയുന്നതാണ് മുഖ്യമന്ത്രിക്ക് എന്തോ തലക്ക് ഭ്രാന്തായി, അദ്ദേഹം ഡാഷ് പോലും പൂരിപ്പിച്ചെന്ന്. സത്യത്തിൽ ഡാഷ് പൂരിപ്പിക്കേണ്ടതാണ്. മറ്റേ മോനെന്ന് ഇവിടുത്തെ ഒരു കേന്ദ്രമന്ത്രി വിളിച്ചപ്പോൾ ആർക്കും ഒരു പരാതി ഉണ്ടായില്ലല്ലോ. അപ്പൊ ഇത് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇംഗ്ലണ്ടിൽ നമുക്കറിയാം, ഈ പറയുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഋഷി സുനക്കിനെതിരെ വലിയ രോഷം വന്നപ്പോൾ അദ്ദേഹം ഒരു അഡിഡാസിന്റെ സ്നീക്കേഴ്സ് ഇട്ട് വന്നതിന് ആളുകൾ ഭയങ്കര രോഷത്തോടെ പ്രതികരിച്ചിരുന്നു. കാരണം അദ്ദേഹം വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അഡിഡാസിന്റെ സ്നീക്കേഴ്സ് അവിടുത്തെ വളരെ ചീപ്പായിട്ടുള്ളൊരു ഈ പറയുന്ന പോലെ ഷൂ ആണ്. ചീപ്പായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വലിയ സമ്പന്നനെ സംബന്ധിച്ച്. അപ്പോൾ അതിനെതിരെ വലിയ വിമർശനം വന്നിരുന്നു. അതേപോലെ തന്നെ ഒരു വിമർശനമാണ് യഥാർത്ഥത്തിൽ ഇത് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിച്ചു എന്നുള്ളത് വിചാരിച്ചാൽ മതി. കണക്കായി പോയി, കിട്ടിയതങ്ങ് ഇരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രിയും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളതല്ലേ മുമ്പ്? അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയും ഇതിനെ? അല്ല, മുഖ്യമന്ത്രി ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ ചിലതിനെ നമ്മൾ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ബിഷപ്പിനെതിരെ നടത്തിയിട്ടുള്ളതിനെ അംഗീകരിക്കുന്നുണ്ടോ? ബിഷപ്പിനെതിരെ നടത്തിയിട്ടുള്ളത് നികൃഷ്ടജീവി എന്ന് വിളിച്ചത്. നികൃഷ്ടജീവി എന്ന് വിളിച്ചാൽ എന്താണ്? ഒരു വൃത്തികെട്ട ജീവി എന്നാണ്. അത് മാന്യമായ ഭാഷയാണ്. മതമേലധ്യക്ഷനെ അങ്ങനെ ഒരു രീതിയിൽ മതമേലധ്യക്ഷൻ ചെയ്തത് എന്താണെന്ന് കൂടി ആലോചിക്കണം. ഒരാൾ മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ച് പറയാൻ പാടില്ലാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞതാണ്. മനസ്സിലായി? അദ്ദേഹം വിശ്വാസിയായിരുന്നു എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പ്രചരിപ്പിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നും മറുപടി പറയാൻ പറ്റില്ലല്ലോ. നാളെ രതീഷ് ചക്രവാണി മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ബിഷപ്പ് എൻ്റെ അടുത്ത് വന്നു, ഞാൻ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു, എന്താ സംസാരിച്ചെന്ന് അറിയാൻ പാടില്ല. ഇനി ഞാൻ വിശ്വാസത്തോട് സംസാരിച്ചെങ്കിൽ പോലും അദ്ദേഹം അത് പുറത്തു വന്ന് ഒരു പ്രചരണായുധമാക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. അതുപോലെ എടോ ഗോപാലകൃഷ്ണൻ പിന്നെന്തിനാണ് അദ്ദേഹം അരമനയിൽ പോയിട്ട് എല്ലാം ഒരു കോംപ്രമൈസ് ആക്കി? അരമനയിൽ പോയിട്ടല്ലോ. പിണറായി വിജയന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നുവരെ പറഞ്ഞൊരു വാക്കും തിരിച്ചെടുക്കുകയോ പൊതുമധ്യത്തിൽ അതിനെക്കുറിച്ച് ഈ പറയുന്ന പോലെ ഒരു കാര്യം പറയുകയോ അരമനയിൽ ചെല്ലുമ്പോ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം മര്യാദക്ക് പെരുമാറും. പക്ഷെ നിലപാടുകളിൽ അദ്ദേഹം എന്നും കാർക്കശ്യമുള്ള ഒരാളാണ്. ഇപ്പൊ കുലംകുത്തി എന്നും അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയത് കൊണ്ടല്ലേ വീണ്ടും തെറ്റായി പോയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം.
തെറ്റായി പോയെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞത് അത് അങ്ങനെ ഒരു പൊരുത്തക്കേട് ഉള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് അവിടെ സന്ദർശിക്കേണ്ടി വന്നത്. അദ്ദേഹം എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കാറുണ്ട്. ഇപ്പൊ മറ്റേ ബോഡി വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ നബിയുടെ മുടിയാണ് എന്ന് പറഞ്ഞപ്പോൾ മുടിയല്ല അത് ബോഡി വേസ്റ്റ് ആണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം കാന്തപുരത്തിന് സന്ദർശിക്കാറില്ലേ? അതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞ നിലപാടിൽ നിന്ന് അദ്ദേഹം ഇന്നുവരെ മാറിയിട്ടില്ല, ഒരു വാക്ക് പോലും മാറ്റി പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങളിൽ ഇതൊക്കെ എനിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ഈ പറഞ്ഞ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്, യോജിക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയ നേതാക്കൾ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഒരു മതമേലധ്യക്ഷന്മാരും ഇരിക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മുട്ടിലിടേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുമെങ്കിൽ അത് യഥാർത്ഥത്തിൽ പിണറായി വിജയന് മാത്രമേ സാധിക്കൂ എന്ന് പറയുന്ന ഒരാളാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെ അദ്ദേഹം കേരള തൊഗാഡിയ എന്ന് വിളിച്ചിട്ടുള്ള ഒരാളാണ്. ആ നിലപാട് നിങ്ങൾ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ താങ്കൾ എന്നെ ചീത്ത വിളിക്കുന്നു, ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്നു, തിരിച്ച് ചീത്ത വിളിക്കുന്നു എന്ന് ഞാൻ പ്രശ്നത്തോടെ അവസാനിച്ചു. അല്ലാതെ 10 കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങൾ ആ ചീത്ത വിളിച്ചത് ഞാൻ വീണ്ടും ആവർത്തിക്കണമെന്ന് പറയണില്ല. വെള്ളാപ്പള്ളിയുടെ നിലപാടുകളോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടെന്ന് പറയാനുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത് അദ്ദേഹത്തിൽ സരസ്വതി കടാക്ഷമുള്ള വ്യക്തിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സരസ്വതി കടാക്ഷമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല. CPM-ന്റെ കൃത്യമായിട്ട് സംസ്ഥാന കമ്മിറ്റി കൂടി ഒരു കാര്യം പുറപ്പെടുവിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെ തള്ളിപ്പറയാണ് ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് തള്ളിപ്പറയാത്തത്? മുഖ്യമന്ത്രി തള്ളിപ്പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും ആർജവമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തള്ളിപ്പറയണ്ടേ? മുമ്പ് തള്ളിപ്പറഞ്ഞ പോലുള്ള ഒരു ആർജവം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അല്ല, അപ്പൊ അതേ ഒരു ആർജവം ബിഷപ്പിനെതിരെ കാണിച്ചിട്ടുള്ള ഒരു ആർജവം, അന്ന് മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു ആർജവം ഇന്ന് എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? പറയാം എന്തുകൊണ്ടാണെന്ന് പറയാം. ബിഷപ്പ് അദ്ദേഹത്തിന് നേരെ ഒരു ചോദ്യം വരുന്നു. അതും എന്താണ്, ഈ പറയുന്ന പോലെ സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള ഒരു MLA നേതാവിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അതിനോട് അദ്ദേഹം കുറച്ചുകൂടി തീവ്രമായി പ്രതികരിക്കും. മറ്റതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമുദായ സംഘടനയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂർ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗവും അതിനുശേഷം നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളുമാണ്. അതിനോട് CPM കൃത്യമായിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. കടുത്ത മുസ്ലിം വിരുദ്ധതയല്ലേ? കടുത്ത മുസ്ലിം വിരുദ്ധത തന്നെയല്ലേ അദ്ദേഹം നടത്തുന്നത്? ക്രൈസ്തവർ കേരളത്തിലെ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത്. അതിനുശേഷം അപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ ഒരു ഐക്യമാണെന്ന് പറഞ്ഞു. അവിടെയും മുസ്ലിം സമൂഹത്തെ അവഗണിച്ച് നിർത്തുകയാണ്. അവിടെ മുസ്ലിം സമൂഹത്തെ അദ്ദേഹം അവഗണിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള അതിലൊക്കെ ചില ഫാക്ട് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അത് വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. വെള്ളാപ്പള്ളിയുടെ നിലപാടുകളെ അംഗീകരിച്ചുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ വെള്ളാപ്പള്ളി തന്നെ പിന്നീട് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മുസ്ലിം സമുദായത്തെ ഉദ്ദേശിച്ചല്ല, പകരം ഞങ്ങൾ ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള ഐക്യം വന്നത്? അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. ഇപ്പൊ നായാടി മുതൽ അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ക്രൈസ്തവർ മുസ്ലിം സമൂഹത്തെ ഭയന്നാണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്? മുസ്ലിം ലീഗിനെയല്ല പറഞ്ഞത്. അതിനുശേഷം നിലമ്പൂർ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ ഈ പറഞ്ഞ പോലെ ഇവിടെ അതൊരു പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടല്ല? എനിക്ക് പറയാൻ അവസരം തരുമോ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ. എനിക്ക് അദ്ദേഹം നിലമ്പൂർ ചെന്നും നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തെ ഞാൻ ഒട്ടും അനുകൂലിക്കുന്നില്ല. അതിനെ ഞാൻ നേരത്തെ തന്നെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞാൻ പബ്ലിക് ഡൊമൈനിൽ തന്നെ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം അദ്ദേഹം ഈ പറയുന്ന പോലെ റഹീസ് റഷീദിനെതിരെ നടത്തിയിട്ടുള്ള അദ്ദേഹം തീവ്രവാദിയാണ് എന്നുള്ള നിലപാടിനെ കുറിച്ചും ഞാൻ അന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഞാൻ തിരുത്തി വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എന്നോട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതായത് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ നിലപാടൊന്നും ഇതാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം റഹീസ് റഷീദിനെതിരെയും ഈ നിലമ്പൂരുണ്ടായിട്ടുള്ള പരാമർശത്തിലും വളരെ കൃത്യമായി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനുശേഷം വെള്ളാപ്പള്ളിയുടെ വ്യക്തമാക്കിയത് ഞാനത് മുസ്ലിം ലീഗിനെതിരെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഒന്ന്. രണ്ടാമത് റഹീസ് റഷീദിനെതിരെ പറഞ്ഞ വാചകത്തിലും അത് തീവ്രവാദി എന്ന് ഉദ്ദേശിച്ചത് തീവ്രമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മറ്റേ തീവ്രവാദി എന്ന് പറയുന്ന ഇന്റർനാഷണൽ തീവ്രവാദി എന്നുള്ള അർത്ഥത്തിലല്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി. പേര് നോക്കിയിട്ടല്ലേ അദ്ദേഹത്തിന് ഒരു പേര് നോക്കിയിട്ടല്ല അദ്ദേഹം ആ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു കൂട്ടത്തിൽ വേറെ ആളുകളും ഉണ്ടായിരുന്നല്ലോ. ഇദ്ദേഹത്തിനെ തന്നെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് തീവ്രവാദി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം വ്യക്തമാണല്ലോ. ഇതിനെതിരെ ഒന്നും മുഖ്യമന്ത്രിക്ക് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിനെതിരെ ഒന്നും മുഖ്യമന്ത്രിക്ക് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് അതിന് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നേ. അവർ തമ്മിലുള്ള പ്രശ്നമാണ്. അല്ല, മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി മുമ്പ് ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ശക്തമായി എതിർത്തിരുന്ന ഒരാൾ ഇന്ന് അദ്ദേഹത്തെ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സകല പിന്തുണ നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, പിന്തുണ നൽകിക്കണം. സജി ചെറിയാന്റെ പ്രസ്താവന നമ്മൾ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ പിന്തുണ നൽകിക്കണം പറഞ്ഞു. അല്ല, അതിനുശേഷം അദ്ദേഹത്തെ സ്റ്റേജിൽ കയറ്റിയിരുത്തിക്കൊണ്ട് ആനയിക്കുകയല്ലേ ചെയ്യുന്നത്? അതിനുശേഷം എവിടെയാണ് ഒരാളെ സ്റ്റേജിൽ കയറ്റിയിരുത്തി എന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്തുണയാണോ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒരാളെ കാറിൽ കയറ്റി എന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്തുണയാണോ? എങ്കിൽ എന്റെ കാറിൽ എത്ര പേര് കയറിയിട്ടുണ്ട്? കഴിഞ്ഞ തവണ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് എന്റെ കാറിൽ കയറിയെന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സുകാരനായോ?
വ്യക്തിപരമായുള്ള ബന്ധങ്ങൾ എന്നെ കാറി കയറ്റിയിട്ടുണ്ടല്ലോ പല ആളുകളും, BJP-യുടെയും കോൺഗ്രസിന്റെയും CPM-ന്റെയും ആളുകൾ എന്നെ കാറി കയറ്റിയിട്ടുണ്ട്. എന്നെ ഈ പറയുന്ന പോലെ എന്ത് അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ എന്നെ കാറി കയറ്റി എന്ന് പറഞ്ഞാൽ ഇതാണോ കാര്യം? നിങ്ങളൊരു കാര്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഞാൻ അങ്ങോട്ട് തിരിച്ചു വയ്ക്കട്ടെ. മുഖ്യമന്ത്രി ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് കാറ് കടത്തിവിടില്ല. 80 വയസ്സുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ചോദിക്കുന്നു, വെള്ളാപ്പള്ളി നടേശനാണ്, സമുദായ സംഘടനയുടെ നേതാവാണ്, അദ്ദേഹത്തോട് ചോദിക്കുന്നു, വരൂ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുന്നു. ഉടനെ തന്നെ പറയാണ്, വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി കയറ്റോ, മന്ത്രിമാർ ആരെങ്കിലും കയറ്റിയിട്ടുണ്ടോ? അവരെ കയറ്റേണ്ട ആവശ്യമില്ലെന്ന്, അവരുടെ കാർ അങ്ങോട്ട് വിടും. മുഖ്യമന്ത്രിയുടെ കാറ് മാത്രമേ വിടുന്നുള്ളൂ. അപ്പൊ ഏതാണ്ട് ഒരു 400 മീറ്റർ ഉണ്ട്, ഇദ്ദേഹം നടക്കണ്ടല്ലോ എന്ന് വെച്ച് മുഖ്യമന്ത്രി എന്ത് ചെയ്തു, നമുക്ക് കൂടെ പോകാമെന്ന് ചോദിച്ചു. കൂടെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നാളെ വെള്ളാപ്പള്ളി നടേശൻ CPM-നെതിരെ ഒരു നിലപാടെടുത്തിട്ടെങ്കിൽ ഉറപ്പായിട്ട് മുഖ്യമന്ത്രി തിരിച്ചു പറയും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇഴവരെ കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളായിരിക്കും. ഒരു സംശയ കാര്യത്തിലില്ല. പിന്നെ നമ്മുടെ വിഷയം എന്താ? നമ്മുടെ വിഷയം രേവന്ത് റെഡ്ഡിയുടെ വിഷയമാണ്. രേവന്ത് റെഡ്ഡിയുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും, രേവന്ത് റെഡ്ഡി അർഹിക്കുന്നതാണ് പുള്ളി കൊടുത്തത്. കോൺഗ്രസിന്റെ ഇവിടുത്തെ സ്ട്രാറ്റജിയാണ് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ലൊട്ടിലൊടുക്ക് തന്ത്രങ്ങളുമായിട്ട് എന്ത് ചെയ്യരുത്, വരരുത്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ളത് ആളുകൾക്ക് എന്ത് ചെയ്യണം. അല്ല, ഇത് ഇപ്പൊ പൊതുവെ ഒരു ആളുകൾ ഇങ്ങനെ അവഹേളിക്കുന്നത് കോമൺ ആയിട്ടില്ലേ? മുമ്പ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ചെത്തുകാരൻ കോരന്റെ മകന് സ്ത്രീധനം കിട്ടിയതാണോ കേരളം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പിതാവിനെ വരെ ചെത്തുകാരൻ എന്ന് വിളിച്ചുകൊണ്ട് K സുധാകരനും ആക്ഷേപിക്കുകയാണ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടമൊക്കെ ആയിക്കൊള്ളട്ടെ, എഡോ വിജയ എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കോമൺ ആകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് മാത്രമല്ല, ഒരു പൊതുസമൂഹത്തിന് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നവരെ വലിയ തോതിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയും കൂടിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടക്കുന്നവരെ എതിർക്കുകയല്ലേ സമൂഹം വേണ്ടത്? പക്ഷെ സമൂഹം മൊത്തത്തിൽ അങ്ങനെ എതിർക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴല്ലെന്നേ, ഇതിനേക്കാളും മുമ്പുണ്ട്. താങ്കൾ ഈ പറഞ്ഞതിനേക്കാളും മുമ്പുള്ള 2-3 സംഭവങ്ങൾ ഞാൻ പറയാം. AKG-നെ കെട്ടി EMS-ന്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞാണ് മുദ്രാക്കി വിളിച്ചെടുത്തേക്കണം. എന്നോ അല്ല ഭാര്യനെ കിട്ടുമെന്ന് ഈ പറയടാ, മനസ്സിലായോ? മകളെ കിട്ടുമെന്നല്ല. അത് ശരീരത്തിന് നിയമമായിട്ട് ബന്ധപ്പെട്ടല്ലേ? അല്ല, അത് ശരീരത്തിന് ഏത് നിയമമായിട്ട് ആയിക്കോട്ടെ, ഏത് നിയമമായിട്ട്. അതിനുശേഷം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, AKG മുമ്പ് കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. VT ബൽറാമിനെയൊക്കെ തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ. VT ബൽറാമിനെ ആര് തിരുത്തി? ഈ കഴിഞ്ഞ ദിവസം VT ബൽറാം എഴുതിയത് അതിനേക്കാൾ വലിയ മോശത്തരം VT ബൽറാം AKG-നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരം അല്ല. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ, ഈ കേരളത്തിൽ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 80 വയസ്സുള്ള പിണറായി വിജയനെ കയറിയിട്ട് ഈ പറയുന്ന പോലെ നീ പോനെ വിജയ എന്ന് വിളിക്കുക മാത്രമല്ല, നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. സത്യത്തിൽ എന്റെയോ താങ്കളുടെയോ പിതാവിനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ, അവരെ 24 വയസ്സ് താഴെയുള്ള ഒരു പയ്യൻ കയറിയിട്ട് ഇപ്പൊ താങ്കളുടെ കൂട്ടത്തിലുള്ള സുഹൃത്ത് തന്നെ വന്നിട്ട് താങ്കളുടെ പിതാവിനെ കയറി നീ എന്ന് വിളിച്ചാൽ ആരെങ്കിലും സഹിക്കോ? അപ്പൊ ഇത് കേരളത്തെ മൊത്തം അപമാനിക്കുന്ന ആള്. ഈ കഴിഞ്ഞ ദിവസം വരുന്ന കുറെ മറ്റേ ഈ പറയുന്ന പോലെ പക്ഷപാതിത്വമുള്ള ആളുകൾ, അതായത് ഈ ശ്രീജിത്ത് പണിക്കരൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, ഭയങ്കര സഹിഷ്ണുതയിരിക്കണം, മറ്റേ ആദരവ് കാണിക്കണം, തിരിച്ചങ്ങനെയല്ല പ്രതികരിക്കണമെന്ന്. എന്റെ പൊന്നെ, ഈ ശ്രീജിത്ത് പണിക്കരൊക്കെ ഇടുന്ന കമന്റുകൾ കണ്ടിട്ടുണ്ട്. അതായത് 2 മറ്റേ ഒരാണും 2 ആണുങ്ങളും ഒരു പെണ്ണുമായിട്ട് ബൈക്കിൽ പോണതിന് ഇടക്ക് സാൻഡ്വിച്ച് വെച്ച പോലെ പോയെന്ന് പറഞ്ഞ് എഴുതിയവനാണ് ഒന്ന്. ഇനി രണ്ടാമത്തത് മറ്റേ ആരെങ്കിലും ഈ ആക്രിപ്പണിക്കരെന്ന് സുരേന്ദ്രൻ വിളിക്കുമ്പോൾ ഉള്ളിസുര എന്ന് വിളിക്കുന്നവനാണ്, ഉള്ളിയുടെ ഫോട്ടോ എടുത്തതാണ്. ഇനി ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കാറില്ലെങ്കിൽ അവരെ ഈ പറയുന്ന പോലെ ABCD എന്ന് പറഞ്ഞ സ്പെല്ലിങ്ങിൽ അവർക്ക് അറിയില്ല, F അറിയില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ പറയുന്ന ഒരാളുകളാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം, കേരളത്തിൽ ഇപ്പോൾ ഒരു കപടമായ ഏതോ മറ്റേ ഒരു രീതി അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തെലങ്കാന മുഖ്യമന്ത്രി കേരളത്തെ മൊത്തം ആക്ഷേപിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പൊ കേരള ജനങ്ങൾ ഒന്നടങ്കം മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കേണ്ടതല്ലേ? കേരള മുഖ്യമന്ത്രി ഒന്നടങ്കം നിൽക്കില്ലല്ലോ. കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന് വിളിക്കുമ്പോൾ കുഴപ്പമില്ല, മുഖ്യമന്ത്രിയുടെ അച്ഛനെ K സുധാകരൻ ചെറ്റെന്ന് വിളിക്കുമ്പോൾ. അല്ല, മാധ്യമങ്ങളുടെ കപടതയൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരല്ലോ പ്രബുദ്ധ കേരളത്തിലെ ജനം. മാധ്യമങ്ങളുടെ കപടതയൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണ്, പല പ്രചരണങ്ങളിൽ വീണു പോകുന്നവരാണ്, താങ്കൾ അടക്കമുള്ള സമൂഹം മൊത്തം. ഞാൻ 50 ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ പ്രചരണങ്ങൾ, ചാരക്കേസ് വന്നപ്പോ കേക്കറിനാരും ചാരക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നല്ലേ നമ്മൾ വിചാരിച്ച്, അല്ലേ? എന്താ പിന്നെ അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞ? അപ്പൊ കേരളീയ സമൂഹം പ്രബുദ്ധരാണെന്നൊക്കെ വെറുതെ പറയുന്നതാണ്. നമ്മളടക്കം എല്ലാവരും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യും, റീലിലും അതുപോലെ ഇതിലും ഒക്കെ അടിമകളാവും. ഇപ്പൊ തന്നെ നമ്മുടെ ഇതിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ഇടുന്ന റീലുകളിലൊക്കെ നമ്മൾ വിചാരിക്കണം അവർ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അങ്ങേയറ്റത്തെ കപടതയാണ്. പിണറായി വിജയൻ അത്രയും കപടത കാണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം പച്ചയായ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഞാൻ തോന്നുന്നു, നമ്മുടെ അയൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണല്ലോ, തമിഴ്നാടൊക്കെ. അപ്പോ ഈ അയൽ സംസ്ഥാനത്തൊക്കെ ഇന്ത്യ മുന്നണിയാണല്ലോ. അപ്പൊ ഇവരൊന്നിച്ച് പ്രചരണം നടത്തേണ്ടി വരും, പിണറായി വിജയനും രേവന്ത് റെഡ്ഡിയൊക്കെ. അപ്പൊ ഇതൊരു നാടകമാണെന്ന് തോന്നുന്നുണ്ടോ? നാടകത്തിന്റെ ഭാഗമായിട്ടാണ്? ഒരു നാടകവുമല്ല. ഇവിടെ ശരിക്കും നാടകം നടത്തിയത് കോൺഗ്രസിന്റെ സ്ട്രാറ്റജിസ്റ്റുകളാണ്. അവരെഴുതി കൊടുത്തത് തെറ്റിപ്പോയി. കാരണം ഒരു കാര്യം കൂടിയുണ്ട്, ഇപ്പൊ ഞാനൊക്കെ ഇടയ്ക്ക് ആ പണി ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളൊരു കാര്യം എഴുതി കൊടുക്കുമ്പോൾ അതിന്റെ 25 സൈഡ് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്ത് വരും എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം,
ആലോചിക്കണം. അല്ലാതെ രാജീവ് പി നായരൊക്കെ ചർച്ചയ്ക്കരുത് വിളിച്ചു പറയണോ, അല്ലെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി പിരിച്ചു കണക്ക് എവിടെയെന്നൊന്നും ചോദിക്കരുത്. അതായത് സ്വന്തം കാലയിലും സ്വന്തം തലക്കും വെടിവെക്കരുത്. തിരിച്ച് അങ്ങോട്ട് വരുന്ന വെടിയുണ്ടകൾ എന്ത് ചെയ്യണം, എത്ര ഉണ്ടാകും, അതിന് നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം. അല്ലാതെ തൽക്കാലത്തേക്ക് നീ പോ മോനെ ദിനേശ എന്നൊക്കെ പറയുന്നത് പോലെ എന്ത് ചെയ്യരുത്. പിന്നെ എഴുതി കൊടുത്തവർ ഇത്തിരിയെങ്കിലും ബോധമുണ്ട്. കാരണം നീ പോ മോനെ എന്നല്ല, നീ പോടാ മോനെ എന്നാണ് ശരിക്കും. അതും കൂടി എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഗംഭീരായനെ. പിന്നെ ഒരു കാര്യം കൂടി, കഴിഞ്ഞ അവിടെ രാജീവ് ചന്ദ്രശേഖർ ഇതുപോലെ തന്നെ നമ്പറിലൊക്കെ ഇരുന്ന് മുണ്ട് മടക്കി കുത്താനും അറിയാം, 4 തെറി പറയാനും അറിയാം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. ഇതൊക്കെ മറ്റേ PR ഏജൻസികൾ എഴുതി കൊടുക്കുന്നതാണ്. പുള്ളി മുണ്ട് മടക്കി കുത്താൻ എന്നുള്ളത് പുള്ളിക്ക് പറയാൻ പറ്റില്ല, കാരണം മലയാളം അറിയത്തുള്ളൂ. പുള്ളി പറയുന്നത് മുണ്ട് കുത്താനും അറിയാതെ പറഞ്ഞേച്ചാൽ തിരിച്ചു പറഞ്ഞത് PR ഏജൻസി പറഞ്ഞതാണ്. തിരിച്ചു പറഞ്ഞത് PR ഏജൻസി. പിണറായിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് PR ഏജൻസിയുടെ ഏറ്റവും കുറവ് വേണ്ട ഒരാൾ പിണറായി വിജയനാണ്. കാരണം ഇതിപ്പോൾ അദ്ദേഹം ആലോചിച്ച് കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ കടുത്തു പോയാൽ അദ്ദേഹം നേരിട്ട് പ്രതികരിച്ച് ഇത് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.